അവൾ ഫോൺ എടുക്കണല്ലോ. ആ ഹലോ, എടി നീ ഡ്യൂട്ടിയിലാണോ? എടി ഞാൻ നിന്റെ വാട്സപ്പിലേ ഒരു എൻ്റെ കസിന് ഇങ്ങനെ സ്കിന്നിൽ എന്തോ ഒരു ഇതുണ്ടായി കൊടിയിൽ അപ്പോൾ നല്ല പെയിൻ ഉണ്ടാവും, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പോൾ നീ അതൊന്ന് നോക്കിയിട്ടേ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് എഴുതി തരാമോ? വേറെ ഇല്ല ഇല്ല, അവന് 25 വയസ്സുണ്ട്. വേറെ മരുന്നൊന്നും കഴിക്കണമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഇല്ലടി വേറെ അസുഖങ്ങളൊന്നുമില്ല. ഒരെണ്ണേ ഉള്ളൂ, ഒരു ഇങ്ങനെ കൈയുടെ പുറത്തായിട്ടുണ്ടായേക്കണം. എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് മാത്രമേ, ടാബ്ലറ്റ് വേണമെന്നൊന്നുമില്ല. നീ ഒന്ന് നോക്കി വാട്സപ്പിൽ വാങ്ങാൻ മെസ്സേജ് അയക്കാം. ആ ശരി എടി, താങ്ക് യു. ആ ശരി ഇടാം. ഹലോ എടി, ഡ്യൂട്ടിയിലാണോ? നൈറ്റാണോ? എടി എനിക്ക് വൈകുന്നേരം കൊച്ചിന് ഡോക്ടറെ കാണിക്കാനായിരുന്നു. ഏത് ഡോക്ടറാണ് അവിടെ വരാൻ നോർത്താ? ആ ഏത് ഡോക്ടറാണ് നല്ലത്? പീഡിയാട്രിഷ്യൻ. ആ എടി പൊട്ടിയല്ലേ, കൊച്ചിന് 5 വയസ്സല്ലേ ഉള്ളൂ. പീഡിയാട്രിഷ്യൻ ഏതാ നല്ലത്? ആണോ? ആ ഡോക്ടറെ കാണിച്ചായില്ലേ? ആ ഞാൻ നിന്നെ രാവിലെ ഒരു വിളിക്കാൻ എടുക്കണമായിരുന്നു, ഓർമ്മ വരുന്നല്ലേ? അപ്പോൾ എപ്പോഴാണ് ഡ്യൂട്ടിക്ക് കയറുന്നത്? 5:30ക്കാണോ? ഓക്കെ എടി. ആ ഞാൻ വൈകുന്നേരം ഈവനിങ് ഒപ്പി കാണാമെന്ന് വിചാരിച്ചിട്ടാ. നീ എനിക്കൊരു കാര്യം ചെയ്യും, ഒരു ചീട്ടെടുത്ത് വെച്ചേക്കാവോ? ആ പുതിയ ചീട്ടാടി, പുതിയ ചീട്ടാ. ആണോ? അപ്പോൾ അപ്പോൾ വന്നു കഴിയുമ്പോൾ തന്നെ കാണാം അല്ലേ? ആ ശരി ഡി. ആ ഡോക്ടറുടെ പേരെന്നായിരുന്നു? ആ ഓക്കെ ഡി, നല്ല ഡോക്ടറല്ലേ? ആ എങ്കിൽ ഞാൻ കണ്ടോളാടി. വന്നിട്ട് ഞാൻ വരുന്ന ഏത് വാർഡിലാണ് നിൽക്കണേ? ആണോ? ആ എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാട്ടാ. എങ്കിൽ ശരി ഡി. ശരി. ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറിയാ? ഇല്ല അല്ലേ? ആ ഓക്കെ ഡി, ശരി എന്നാൽ വരുമ്പോൾ ഞാൻ വന്നേക്കാം. 2nd ഫ്ലോറിലല്ലേ? ആ ശരി ഡി, ശരി. ഓക്കെ. ഹലോ എടി, നീ ഫാർമസിയിലുണ്ടാ? എടി എനിക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് ഗ്യാസ് എറിയുന്നു വയറ്റിലേ. അപ്പം ഗ്യാസിന് പറ്റിയ ഗുളിക പാൻറ്റോപ്പ് കഴിച്ചിട്ട് മാറില്ലടി വേ. ഇല്ല പാൻറ്റോപ്പും കഴിച്ചു, പിന്നെ നമ്മുടെ ജലൂസിൽ സിറപ്പൊക്കെ കുടിച്ചായിരുന്നു, പക്ഷെ മാറണല്ലോ. വേറെ എന്തെങ്കിലും ഒന്ന് പറയുമോ? നോക്കുമോ? എടി അതിന് എത്ര രൂപ എവിടെ ഏകദേശം? ആണോ? ആൾക്കാരൊക്കെ ഉണ്ടാവണയാണോ ഇവേ? അല്ല വേറെ സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇല്ല അല്ലേ? എന്നാ അതിൻ്റെ പേരൊന്ന് നീ വാട്സപ്പ് ചെയ്യാമോ? പേരൊന്ന് വാട്സപ്പ് ആയിക്കൊള്ളാമല്ല. 2 ദിവസമായിട്ട് ഇവേ ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ പയറും കപ്പയൊക്കെ എടുത്തത് 2 ദിവസമായിട്ട് കഴിക്കണേ, അതുകൊണ്ടാണ്. നീ എന്തായാലും അയച്ചേരെ, പേരയച്ചേരെ. ഞാൻ എത്ര രൂപ എവിടെയാണ്? ആണോ? ആ ഓക്കെ ഡി, എനിക്ക് വാട്സപ്പിൽ അയച്ചേരെ കേട്ടോ. ആ ശരിയടാ, ശരി. ഓക്കെ ഡി, ബൈ. ഹലോ എടി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, രാവിലെ ഫാസ്റ്റിങ് നോക്കണായിരിക്കില്ല നല്ലത്. ആ നോർമൽ എത്ര എടി? ആണോ? അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ ഫാസ്റ്റിങ് വേണമെന്നില്ലല്ലോ? വേണ്ട അല്ലേ? ആ ഉണ്ടെങ്കിൽ തിരിച്ച് നോക്കണമെങ്കിൽ ഫാസ്റ്റിങ്ങിന് പോകണമെന്നല്ലേ? ആ ബെറ്റർ രാവിലെ നോക്കണയാണ്, ഫാസ്റ്റിങ് നോക്കണയാണല്ലേ? അതറിയാൻ വേണ്ടി. എനിക്കല്ലടി, എൻ്റെ അച്ഛനൊന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. ആ കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. ആ അതറിയാൻ വേണ്ടി വിളിച്ചതാടി. ശരി എന്നാ, ആയിക്കോട്ടെ. ഓക്കെ ഡി, വിളിച്ചേക്കാം. ഹലോ എടി, നീ ബ്യൂട്ടീഷ്യൻ അല്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് നമ്മുടെ മുഖത്തുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവണമെങ്കിൽ ബ്ലാക്ക് കളറിലേ എന്ത് ചെയ്ത് പോകണം? ഞാൻ കുറേ ക്രീമൊക്കെ പറ്റുമോക്കിടി? ശരിയാണല്ലോ? നീ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞാൽ കഴിയുമ്പോൾ നീയൊക്കെ ബ്യൂട്ടീഷ്യനാന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു പറഞ്ഞായിട്ടുള്ള. ആ കിഴങ്ങ്, ഗോതമ്പ് പൊടി, പാല്, പിന്നെ നാരങ്ങ, റോസ് വാട്ടർ. ഓക്കെ. പിന്നെ ഇത്ര സാധനം അരച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് ഓരോ ദിവസം മസാജ് ചെയ്യണം ഓരോ ദിവസം. എടി ഒരു കാര്യം പറയട്ടെ, ഈ സാധനമൊക്കെ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഡോക്ടറെ കണ്ടിരിക്കുന്നല്ലോ തോന്നുന്നു. ഇതിനുള്ള നല്ല സിമ്പിളായിട്ടുള്ള എന്തൊരു ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞാടി. ഡാർക്ക് സ്പോട്ട്സ് മാത്രം ഒന്ന് പോയാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നിന്റെ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ്റെ 10,000 ചിലവാ. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരാനും നിൽക്കില്ല. നിനക്ക് പറഞ്ഞുതരാൻ പറ്റി പറഞ്ഞ. ആരുടെ വീഡിയോ? യൂട്യൂബിലുള്ള? നീ ഇപ്പോൾ ബ്യൂട്ടീഷ്യനായിട്ട് അവരുടെ വീഡിയോ ഒക്കെയാണ് ഫോളോ ചെയ്ത് പോണേ? ഓക്കെ, നീ എനിക്ക് ആ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? ശരി, ഞാൻ എനിക്ക് നോക്കട്ടെ. നിനക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ. ആയിക്കോട്ടെ, ഒന്ന് ലിങ്ക് അയച്ചു തരാം കേട്ടോ, മറക്കല്ലേ?
ഓക്കെ. ഹലോ എടി, നീ തിരക്കാണോ? ഫുഡ് കഴിക്കാൻ കയറിയേക്കണം. ഞാൻ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ വിളിച്ചത്. എടി, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ ഉണ്ടല്ലോ ഈ എന്താ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടി എന്തൊക്കെ കൊണ്ടുവരണം? ആ ആ ഓക്കെ ഡി. പിന്നെ എത്ര രൂപയാവും? ആണോ? നീ അക്ഷയയിലുണ്ടോ? ഇപ്പം ഉണ്ടാവുമോ? എത്ര മണിക്ക് നീ വീട്ടിൽ പോവാ? ആണോ? ആ എങ്കിൽ ഞാൻ വരാടി അപ്പത്തേനും. പിന്നെ എന്തൊക്കെ വേണം? ആധാർ കാർഡിൻ്റെ പഴയത്, പഴയത്, പിന്നെ ഫോട്ടോ. ഓക്കെ. വേറെന്താ? അത്ര മതിയോ? എങ്കിൽ ഞാൻ വന്നേക്കണം. ഒരു 4 മണിയൊക്കെ ആകുമ്പത്തേനും വന്നേക്കാം. നീ 6:30 വരെ ഇല്ലേ? 4 മണി ആകുമ്പത്തേനും വന്നേക്കാം. ഓക്കെ ഡി, ശരി എന്നാ. ഹലോ എടി, ഞാനാടി അശ്വതി. എടി, ഞാൻ കാര്യം ചോദിക്കാൻ വിളിച്ചിട്ടുണ്ടെന്ന്. നീ ഇപ്പോൾ ബാങ്കിലല്ലേ വർക്ക് ചെയ്യണേ? എവിടെയാ? SBIയിലാണോ? എടി, പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരുന്നു. എൻ്റെ ATM കാർഡ് മിസ്സായി പോയി. അപ്പം എൻ്റെ ബ്രാഞ്ച് ആലുവയാണ്. അപ്പം അത് നോക്കി ഇങ്ങോട്ടേക്ക് ഇവിടെ ബ്രാഞ്ചിൽ കയറി റിക്വസ്റ്റ് കൊടുത്തതിന് ATM കാർഡ് പുതിയത് കിട്ടുമോ? ഓ ഇല്ല അല്ലേ, നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ചെല്ലണോ അല്ലേ? എടി, ബ്രാഞ്ച് ഇങ്ങോട്ട് മാറ്റണമെങ്കിലോ എന്തൊക്കെ കൊണ്ടുപോകണം? ആധാർ കാർഡ്, ഫോട്ടോ. അത്ര മതിയില്ലേ? അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി റിക്വസ്റ്റ് കൊടുത്തായി, എഴുതി കൊടുത്തായി ഇങ്ങോട്ടേക്ക് മാറ്റം കിട്ടും അല്ലേ? ഓ, ATM കാർഡ് ചാടിപ്പോയി. എവിടെ പോയെന്ന് അറിയില്ലടി. ഇതില്ലാത്തോണ്ട് ഭയങ്കര പാടാ. നീ ആണോ? നിനക്ക് സുഖമല്ലേടി? ഞാൻ പറയാൻ വേണ്ടി നീ ബാങ്കിലാണെന്ന് നിന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഓക്കെ ഡി, താങ്ക് യു. അപ്പം ഞാൻ പിന്നെ വിളിക്കാട്ടാ. ഇന്നിപ്പോൾ പോയി നോക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ പോകേണ്ട. ബ്രാഞ്ച് ആലുവയാണെങ്കിൽ അവിടെ വരെ പോകണം. പോയിട്ട് വേണമെങ്കിൽ എങ്കിൽ ആയിക്കോട്ടെ. ശരി എന്നാ, പിന്നെ വിളിക്കാട്ടാ.